അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഞാനും ഒരു യഥാർത്ഥ മനുഷ്യനാണോ എന്ന് നമുക്കൊന്ന് ഞാൻ പറയുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാം. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടുകാലങ്ങളിൽ ഉള്ളതും ഇന്ന് തീരെ ഇല്ലാത്തതുമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ്. 2, നല്ല അച്ചടക്കം. 3, അനുസരണ. 4, സ്നേഹം. 5, ബഹുമാനം. 6, ആദരവ്. 7, സഹായം. 8, കാരുണ്യം. ഈ പറഞ്ഞതെല്ലാം ഇനിയും ഉണ്ട് ഒരുപാട്. എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ മനുഷ്യൻ. അവനെയാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഈ പറഞ്ഞതിൽ സ്നേഹം എന്നത് മാത്രം മുറുകെ പിടിച്ചാണ് ഇന്നത്തെ ന്യൂജൻ ആളുകൾ മുഴുവനും ജീവിക്കുന്നത്. സ്നേഹം എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നതല്ല, എന്തിനേയും സ്നേഹിക്കുക, ജീവിക്കുക. ഇങ്ങനെ മാത്രം ഒരു തരം ഭ്രാന്തായി ജീവിക്കുന്ന ചെറുപ്പക്കാരികളാണ് ഇപ്പോഴുള്ളത്. അത് വിടട്ടെ, അടുത്തത് പറഞ്ഞു തരാം. ബഹുമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. ഉമ്മ, വാപ്പ, കുട്ടുകുടുംബങ്ങൾ, ഇവരെ എല്ലാവരെയും സ്നേഹിക്കുക. അന്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പെൺകുട്ടികളെയോ ഒരു ബോയ്സിനെയോ സ്നേഹിക്കാതെ, അവരെ മനസ്സിൽ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ കണക്കാക്കാതെ, ആ ഒരു നേരം അവരോട് ആ ഒരു റെസ്പെക്റ്റ്, സ്നേഹം കൊടുക്കുക. അല്ലാതെ ജീവിത സഖിയാക്കുക അല്ലാതെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാത്ത രൂപത്തിൽ സ്നേഹിക്കുക. അച്ചടക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാർ എവിടെ നോക്കിയാലും, കേരളം എന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അച്ചടക്കം 100-ൽ 99% അച്ചടക്കം ഇല്ലാതായി കഴിഞ്ഞു. ഉപ്പാക്ക് മകനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, ഉമ്മാക്ക് കഴിയുന്നില്ല, ആളുകൾക്ക് കഴിയുന്നില്ല, ഗുരുനാഥന്മാർക്ക് കഴിയുന്നില്ല, പോലീസുകാർക്ക് കഴിയുന്നില്ല. ആർക്കും കഴിയാത്ത ഒരവസ്ഥ. ഒരു കേസിൽ ഒരാളെ പിടിച്ചാൽ അതേ കേസ് തന്നെ രണ്ടാമത്തെ ആൾ പിറ്റേ ദിവസം പിടിയിലാകുന്ന അവസ്ഥ. അപ്പോ അദബില്ലായ്മയാണത് ഒന്നാമത്തെ കാരണം. അദബ്, അച്ചടക്കം. അച്ചടക്കമുള്ളവർ അവരുടെ നടത്തവും ഇരുത്തവും എല്ലാം വളരെ സൈലന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ ഉയരങ്ങളിലേക്ക് ദൈവം അവരെ ഉയർത്തുന്നതാണ്. കാരുണ്യം എന്ന് പറയുമ്പോൾ കുരുന്നുകളോട് കരുണ ചെയ്യുക, കാരുണ്യം ചെയ്യുക. പിന്നെ പ്രായമുള്ളവരോടും കാരുണ്യം ചെയ്യണം. പിന്നെ നമ്മുടെ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കുക, അത് വേറെ. കാരുണ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രായം എത്തിയ നല്ല പ്രായമുള്ളവരെ തലയിൽ കൈവച്ച് തലയോടി കൊടുക്കുക. ചെറിയ പിഞ്ചു മക്കളെ തലയിൽ കൈവച്ചുകൊണ്ട് തലോടി കൊടുക്കുക, അവരെ സ്നേഹിക്കുക, കാരുണ്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുക. ഇതൊക്കെ ഉണ്ട് എന്നിട്ടും എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ പ്രത്യേകം ചികിത്സിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.